അലസമായ പ്രഭാഷണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ സമയം പാഴാക്കാതിരിക്കാം. അവസരമുള്ളപ്പോൾ നമുക്കെന്തെങ്കിലും ചെയ്യാം. എന്നും നമ്മെ ആവശ്യമില്ല. തീർച്ചയായും നമ്മളെ വ്യക്തിപരമായി ആർക്കും ആവശ്യമില്ല. കൂടുതൽ ഭേദമായിട്ടല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവർ സംഗതികൾ നടത്തും. മനുഷ്യവർഗത്തെ മുഴുവനുമായിട്ടാണ് ഞാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. സഹായത്തിന് വേണ്ടിയുള്ള നിലവിളികൾ ഇപ്പോഴും കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രശസ്തനായ നോബൽ സമ്മാന ജേതാവുമായ ഫ്രഞ്ച് എഴുത്തുകാരൻ സാമുവൽ ബക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോയെ കാത്തെന്ന നാടകത്തിലെ ഒരു പ്രധാന സംഭാഷണമാണ്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, എൻ്റെ വായനയിൽ നാടകം വായിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ നാടകം ആണ് ഞാൻ ഒരു ഒറ്റ വീർപ്പിന് വായിച്ചിരുന്നൊരു നാടകമാണ്. അന്നത് വായിക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളതാണ്. 20 വയസ്സിലൊക്കെയാണ് കടമനിട്ട രാമകൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ കൃതി വായിക്കുന്നത്. ആ വായനയിൽ കൂടെയാണ് എനിക്ക് പിന്നെ നാടകത്തിനോടുള്ള വായിക്കാനുള്ളൊരു കൊതി രൂപപ്പെട്ടത്. എപ്പോഴും നാടകം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുന്ന ഒരൊറ്റ വീർപ്പിന് വായിച്ചു തീർക്കാറുണ്ട്. എഡ്വേർഡ് ആൽബിയുടെ സൂ സ്റ്റോറി, അതുമാതിരി താജിൻ്റെ കുടുക്ക, ഇതൊക്കെ വായിച്ചിട്ടതിന് ശേഷമാണ് പിന്നീട് അവതരണങ്ങളിലേക്കും കടന്നിട്ടുള്ളത്. വായന ഏത് സമയത്തും ഞാൻ എൻ്റെ നാടക ജീവിതത്തിൽ വളരെ ഗുണം ചെയ്തൊരു ഏരിയ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു കഥാപാത്രം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാക്കാനോ അത് വായനയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ ഈ നാടകം പഠിച്ചു വരുന്ന സമയത്ത് എല്ലാ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും നമ്മൾ പറയുന്നത് നിങ്ങൾ കൂടുതൽ വായിക്കണം, ഒബ്സർവ് ചെയ്യണം. അപ്പോൾ വായനയ്ക്ക് ഉണ്ടാകുന്ന വലിയൊരു ഗുണം എനിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളത്, വായന നമ്മൾ കാണാത്ത ലോകത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഫോർ ഗോദോ നടക്കുന്ന ഒരു ഭൂമിക എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറയില്ല, അബ്സൈഡ് തിയേറ്ററിൻ്റെ ഒരു ഭൂമികയായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒഴിഞ്ഞ സ്ഥലം, മരുഭൂമി പോലെയെന്ന് പറയാം, ഒന്നും പറയാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു മരം നിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷനിൽ കണ്ടെത്തുന്നതാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ ആരുടെ കഥ ഇപ്പോൾ MTD എടുത്താലും അല്ലെങ്കിൽ ബഷീർ പറയുന്ന ഭൂമിക നമ്മുടെ ഒരു ക്ലൈമറ്റിലല്ല. അപ്പോൾ വായനയിൽ നിന്ന് ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഒരു ഇമാജിനേഷൻ ഒരു ആക്ടറായാലും സാധാരണക്കാരനും ഇമാജിനേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ ആ സ്പേസിനെ കുറിച്ച്. അങ്ങനെ നോക്കുമ്പോൾ വായന കൊണ്ട് ആൾക്ക് വല്ലാത്ത ഗുണം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താ വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് വായന തീർത്തും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ഡിജിറ്റൽ മീഡിയയ്ക്ക് വന്നപ്പോൾ ഫോണിലാണ് വായിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു അക്കാദമിയിലെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന പുസ്തകോത്സവത്തിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ 2-3 ബുക്കുകൾ മേടിച്ചിട്ട് ഇപ്പോഴും വായിക്കാൻ പറ്റിയില്ല മുഴുവനായിട്ട്. ഇപ്പം അടുത്ത് വീണ്ടും ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് തന്ന ഒരു അനുഭവം, ആ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ്, അതാണ് വായിച്ചത്. പിന്നെ ഒരു നാടകമാണ് വായിച്ചത്. ഈ നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇപ്പോൾ 4ാം ചാപ്റ്റർ നടക്കുമ്പോൾ 1-2 ചാപ്റ്ററുകൾ ഞാൻ പോവുകയും ഒരുപാട് പലവട്ടം ബുക്കുകൾ മേടിക്കുകയും ചെയ്ത ആളാണ്. കഴിഞ്ഞ ചാപ്റ്റർ ഇതിൻ്റെ പുസ്തകോത്സവ സമയത്ത് ട്രിവാൻഡ്രത്ത് ഉണ്ടായില്ല. പക്ഷെ വളരെ സന്തോഷം തോന്നുന്നൊരു പുസ്തകോത്സവം. ഞാൻ വെറുതെ പറയുന്നല്ല, എന്ന് വെച്ചാൽ ഒരുപാട് പബ്ലിഷേഴ്സും ഒരുപാട് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ വരുന്നു. അതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം പുസ്തകോത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ സംസ്കാരം ഉള്ളത് തന്നെ വീണ്ടും ഇപ്പോൾ KLF നടക്കുന്നു, പല പുസ്തകോത്സവം നടക്കുന്നുണ്ട്. അതിൽ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് വളരെ പ്രസക്തിയുണ്ട്.